ഡേ ഫോർ മേക്കിംഗ് 1 crore with 1 lakh. ഇന്ന് നമ്മൾ ടോട്ടൽ എടുത്തത് 3 ട്രേഡാണ്. 2 ബാങ്ക് നിഫ്റ്റിയിലും 1 നിഫ്റ്റിയിലുമാണ് എടുത്തത്. സോ 3 നമുക്ക് ഇന്ന് എസ് എൽ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു ഡയറക്ഷണൽ മാർക്കറ്റ് ആയിരുന്നു. ഒരു വൺ ഡയറക്ഷണലായിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്ന് വെച്ചാൽ ഒരിക്കലും ഡയറക്ഷണൽ മാർക്കറ്റിന് അനുയോജ്യമായിട്ടുള്ള സിസ്റ്റം അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്ന് വെച്ചാൽ റിവേഴ്സൽ സെറ്റപ്പാണ് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത്. മാർക്കറ്റ് റിവേഴ്സൽ ആകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ സെറ്റപ്പാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ എടുത്ത 3 ട്രേഡും നമുക്ക് എസ് എൽ ആണ് വന്നത്. മേ ബി ഒരു പാനിക് സെൽ ഓഫ് ആയിരിക്കും. നമ്മുടെ ഇന്ത്യയിൽ HMTV വൈറസ് സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാനിക് സെൽ ഓഫ് ആയിരിക്കും മാർക്കറ്റിൽ നിന്ന് നടന്നത്. അതുകൊണ്ട് ഒരു വൺ ഡയറക്ഷണൽ ആയിട്ട് ഒരു മാർക്കറ്റ് മൂവ്മെന്റ് ആണ് നടന്നത്. സോ നമുക്ക് ഇന്ന് അടുപ്പിച്ച് 3 എസ് എൽ ആണ് ഇട്ടത്. മൂന്നാമത്തെ ട്രേഡിന്റെ ശേഷം ഒരു ട്രേഡ് നമുക്ക് വന്നിരുന്നു ഒരു 2:30 ആ ടൈമിൽ. ബട്ട് നമ്മൾ 3 എസ് എൽ നമ്മൾ ഡെയിലി നമ്മുടെ ലോസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 3% ആണ് നമ്മുടെ ക്യാപിറ്റൽ. അപ്പോൾ 3% എന്ന് പറയുമ്പോൾ 3 ട്രേഡ് എടുത്താലേ നമുക്ക് 3% ആവും. അപ്പോൾ ഇന്നത്തെ 3% എസ് എൽ ഇട്ടായതുകൊണ്ട് നമ്മൾ 3 ട്രേഡോടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരുന്നു. 4ാമത്തെ ട്രേഡ് വന്നിരുന്നു നമുക്ക് ടാർഗറ്റ് വിറ്റായതാണ്. പക്ഷേ നമ്മൾ എടുത്തില്ല. കാരണം നമ്മൾ ആ റിവാർഡ് നമ്മൾ കറക്റ്റ് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇന്നത്തെ ട്രേഡ്സിന്റെ ലോസും കാര്യങ്ങളും നമുക്ക് നോക്കാം. സോ ടോട്ടൽ 3 ട്രേഡിലും നമുക്ക് ലോസ് നമ്മൾ ബുക്ക് ചെയ്തത് 3682.50 ആണ് ഇന്ന് നമ്മൾ ടോട്ടൽ ലോസ് ബുക്ക് ചെയ്തത്. സോ നമുക്ക് എക്സൽ അപ്ലോഡ് ചെയ്യാം. ഇന്ന് ഡേറ്റ് വരുന്നത് 6th January ആണ്. സോറി 6th January. നമ്മൾ ബുക്ക് ചെയ്ത ലോസ് എന്ന് വെച്ചാൽ 3682. സോ ഇന്നലത്തെ ചാർജ് എന്ന് വെച്ചാൽ ഫ്രൈഡേത്തെ ചാർജ് വെച്ചാൽ 289.24 ആണ് ഫ്രൈഡേ ചാർജ് വരുന്നത്. നമ്മൾ ഫ്രൈഡേ ചാർജ് അടക്കം ഫ്രൈഡേ നമ്മൾ ബുക്ക് ചെയ്യാൻ പറ്റിയത് 2933.74 ആണ് ലോസ് ബുക്ക് ചെയ്തത്. നമ്മുടെ ചലഞ്ചിന്റെ ഡേ 4 കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ 450 രൂപ പ്രോഫിറ്റിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഈ ചലഞ്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അതോ നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണം താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഇനി മുന്നോട്ട് എങ്ങനെ ആയിരിക്കും ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ഇതൊരു ചലഞ്ച് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെ മുന്നോട്ട് പോവുക. നെക്സ്റ്റ് ട്രേഡിംഗ് ഡേയിൽ എന്താ സംഭവിക്കുക എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ വെയിറ്റിംഗ് ഫോർ ഡേ 5. ബൈ.